തൊടുപുഴയോട് ചേർന്ന് കിടക്കുന്ന കാരിക്കോട് എന്ന പ്രദേശത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തെ പല പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. വേണാട്, ഓടനാട്, നൻവുഴൈനാട്, മുഞ്ഞുനാട്, വെമ്പൊലിനാട്, കീഴ്മലൈനാട്. ഇതിൽ കീഴ്മലൈനാട്ടിൽപ്പെടുന്ന പ്രദേശമാണ് കാരിക്കോട്. AD 1600 വടക്കങ്കൂർ യുദ്ധത്തിൽ കീഴ്മലൈനാട് പരാജയപ്പെടുകയും വടക്കങ്കൂറിൽ ലയിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു വടക്കങ്കൂർ. അക്കാലത്ത് തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് വടക്കങ്കൂർ ദേശം എന്നായിരുന്നു. വടക്കങ്കൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം കാരിക്കോടായിരുന്നു. ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ പ്രതിനിധിയായി ശ്രീ നാരായണ മേനോനെ തൊടുപുഴയുടെ വികസനത്തിനായി വടക്കങ്കൂറിലേക്ക് നിയോഗിച്ചു. മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ മുസ്ലിം ഭടന്മാർക്ക് വേണ്ടി ഇദ്ദേഹമാണ് കാരിക്കോടുള്ള നയിനാര് പള്ളി പണി കഴിപ്പിച്ചത്. വടക്കങ്കൂർ ഭരണകാലത്തെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ കോട്ടയോട് ചേർന്ന് കാരിക്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം വടക്കങ്കൂർ രാജാവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തോട് അടുത്തായി ചോള രാജാക്കന്മാരാൽ നിർമ്മിച്ച ഏകദേശം 1800 വർഷം പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അണ്ണാമലനാഥർ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പൂർണ്ണമായി കരിങ്കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇന്ന് ജില്ലാ ആശുപത്രികൾ സ്ഥിതി ചെയ്യുന്നത് കാരിക്കോടാണ്.